അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിൽ നിന്ന് 7 കിലോമീറ്റർ കാടുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ സമ്പാളൂർ ചർച്ച് എന്ന് പറഞ്ഞ് ഒരു പള്ളിയുണ്ട്. അവിടെയാണ് വന്നേക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ചേട്ടാ എന്താണ് നമുക്ക് കാണാമല്ലോ, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫ്രാൻസിസ് സേവ്യർ പുണ്യാളൻ ഇവിടെ 2 പ്രാവശ്യം സന്ദർശിച്ചുള്ള പള്ളിയാണ്. ഒരു വിശുദ്ധൻ അടക്കം ചെയ്ത ഒരു ചർച്ചും കൂടിയാണ്. പിന്നെ ഒരു വിശുദ്ധൻ വൈദ്യപട്ടം സ്വീകരിച്ച പള്ളിയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ അത് പറയാൻ പറഞ്ഞത്, ഇത് ഡാനി ചേട്ടൻ, ജേനി, അരുൺ, ലിബിൻ എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബാക്കി കാര്യങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് അല്ലേ? തീർച്ചയായും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സമ്പാളൂർ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിനോട് ചേർന്ന് തന്നെയാണ്. നമ്മൾ ചാലക്കുടി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പള്ളിയുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കപ്പേളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ 2 കൈകളിൽ ഒരു ഭൂഗോളത്തിൻ്റെ ഷേപ്പിലാണ് കപ്പേള ഇരിക്കുന്നത്. പിന്നെ പള്ളിനോട് ചേർന്ന് തന്നെയുള്ളൊരു കിണറാണിത്. ആ കിണറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസൈൻ ചെയ്ത് വെച്ചാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടാണ്. ഇതൊരു അവിടുത്തെ പള്ളിയുടെ ഹാളിൻ്റെ മുന്നിലാണ് ഈ കിണറുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു കിണറല്ലാതെ വേറൊരു കിണർ കാണാനുണ്ട്. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റത്തിൽ ഒന്നാണത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. ഇത് ജസ്റ്റ് പുറത്തുള്ളൊരു കിണർ കാണിച്ചെന്നുള്ളൂ, ഡിസൈനിങ് ഒക്കെ കണ്ടു തരണം കേട്ടോ. അപ്പോൾ ഡാനി ചേട്ടാ, നമ്മളിപ്പോൾ പള്ളിയുടെ അകത്തേക്ക് കയറാൻ പോണെയാണ്. അതിന് മുന്നേ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് കാണാനുള്ളത്? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവ കഴിഞ്ഞ ഒരു നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ പുണ്യാളൻ വന്ന ഒരു പള്ളിയാണിത്. അല്ലേ? ഗോവ കഴിഞ്ഞാൽ ഗോവയുടെ അത്രയും തന്നെ പ്രാധാന്യമുള്ളൊരു ചർച്ചും കൂടിയാണ് ഇതല്ലേ? സമ്പാളൂർ ചർച്ച്. ഇവിടെ കിണറുണ്ടെന്ന്? കിണറുണ്ട്, ഭൂമിക്കടിയിൽ ഒരു കിണറാണ്. ടിപ്പു സുൽത്താൻ അത് ആ സമയത്ത് അതായത് ചരിത്ര ബുക്കുകളിൽ ആളുകളിൽ എഴുതിയിട്ടുണ്ട് കിണർ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കിണറുണ്ടെന്നുള്ളത്. അത് പിന്നെ ടിപ്പുവിന്റെ ആക്രമണത്തോടുകൂടി തകർന്ന് ആകെ മൂടി ഒരു പോർഷൻ അപ്പുറത്താണല്ലേ? അപ്പുറത്ത് അതായത് ടിപ്പു സുൽത്താൻ തകർത്ത പള്ളിയുടെ അവശിഷ്ടങ്ങളുണ്ട്. പിന്നെ 2 ശവകുടീരമുണ്ട് പള്ളിയുടെ ഉള്ളിലുള്ള. ഓക്കെ, പിന്നെ അതുപോലെ ഒരു കിണർ പണ്ടുണ്ടായിരുന്ന കിണറാണ്. അത് ചരിത്രതാളുകളിൽ എഴുതി വെച്ചെന്ന് പറയണം. അത് കണ്ടെത്താൻ വേണ്ടി കുഴിച്ചപ്പോഴാണ് നമ്മുടെ ഈ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അല്ലേ? ശരിയല്ല? പുതിയ പള്ളി പണിയാൻ വേണ്ടി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പുതിയ പള്ളി ഇപ്പം നിലവിലുള്ള പള്ളി പണിയാൻ വേണ്ടിട്ട്. അപ്പൊ അന്ന് കിണർ നോക്കി കുഴിച്ചതാണ് അപ്പോഴാണ് അല്ലെ? അങ്ങനെ കിണർ അങ്ങനെ ഒരു ബുക്കുകളിൽ കിണർ ഉണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ അത് എവിടെയാണെന്നുള്ളത് അറിയില്ല. കാരണം പഴയ പള്ളിയുടെ ഫ്രണ്ട് എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. അത് 1761 ആ കാലഘട്ടങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ അച്ഛൻ വികാരി അച്ഛൻ ജോഷി മുട്ടിക്കൽ എന്ന് പറഞ്ഞ അച്ഛൻ കിണറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഇന്നൊരു ഉദ്ദേശം വെച്ച് സ്ഥലം വെച്ച് അത് തെരഞ്ഞു നോക്കിയപ്പോഴാണ് പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെ അത് ഒരു ചരിത്രമായിട്ട് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പള്ളി നിലവിലുണ്ടായിരുന്ന പള്ളി പൊളിച്ച് പുതിയ പള്ളി പണിയാൻ വേണ്ടിയിട്ട് കിണർ കണ്ടെത്തിയത്. അത് ചരിത്രതാളുകളിൽ എഴുതി വെച്ചാണ് ഈ ഒരു കിണർ അവിടെ ഉണ്ടെന്നുള്ളത്. അതിൻ്റെ അകത്ത് ഈ സാധനങ്ങളൊക്കെ അതിലുണ്ടെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അത് ചെക്ക് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിനുശേഷം ഈ പുതിയ പള്ളി പണിയാൻ വേണ്ടി പൊളിച്ചപ്പോഴാണ് ഈ കിണർ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് ആ കിണർ കാണാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അങ്ങോട്ട് കയറുന്നതിന് മുന്നേ ഇത് അർണോസ് പാതിരി അത് ആള് 1701 വൈദിക പഠനത്തിനായി നമ്മുടെ ഈ ദേവാലയത്തിൽ എത്തിയതാണ്. ഇവിടെ വെച്ച് 1707 ആള് തിരുപ്പട്ടം സ്വീകരിച്ചത്. പുള്ളി ഒരുപാട് ബുക്കുകളൊക്കെ എഴുതിയിട്ട് വന്നിക്കൊണ്ട് കർത്താവാണ്, കവിയാണ്, മിഷണറി, വ്യാകരണ പണ്ഡിതൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്ക് കിണർ കാണാം. ആദ്യം കിണർ കാണാം, അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിലുള്ള കിണർ കാണാൻ വേണ്ടി കയറണതാണ് ആദ്യം തന്നെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഡാനി പേര് ഫെർഡിനറ്റ് ഉണ്ട്. എന്നൊക്കെയുള്ള സംശയങ്ങൾ ചോദിക്കാൻ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കാണാം. കറണ്ടില്ല, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പള്ളിയുടെ അടിഭാഗമാണ്. കറണ്ടില്ല, ഇതാണ് ഓക്കെ. ഇവിടെയാണ് കിണർ നിൽക്കുന്നത്. ഇവിടെ ലൈറ്റിൻ്റെ കുറവുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് മൊബൈലിൻ്റെ ടോർച്ചൊക്കെ അടിച്ച് നോക്കാം.
മൊബൈൽ വന്നേ. ഇവിടെയാണ് കിണർ നിൽക്കുന്നത്. കണ്ട പള്ളിയുടെ ഉൾഭാഗം അടിയിലാണ് കേട്ടോ, പള്ളിയുടെ താഴെയാണ് ഈ കാണുന്നത്. ഇത് എത്ര കൊല്ലം ഇപ്പോൾ കണ്ടെത്തിയിട്ട്? 5 വർഷമായി. 5 കൊല്ലം അല്ലേ? മറ്റേ പണിക്ക് വേണ്ടി കുത്തിയപ്പോൾ കിട്ടി. അപ്പുറത്ത് നമ്മുടെ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ അത് 10 കൊല്ലം 15 കൊല്ലം അല്ലേ? ഇതിപ്പോൾ 5 കൊല്ലം അല്ലേ ഈ പള്ളി പണിതപ്പോൾ? ഇതാണ് കിണറ്. ഫ്രാൻസിസ് സേവ്യർ ഇവിടെ വന്നപ്പോൾ ഒന്ന് പറയാമോ? പറഞ്ഞോ. ഫ്രാൻസിസ് സേവ്യർ ഇവിടെ വന്നപ്പോൾ ഈ കിണറാണ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് അല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ കിണർ പഴയ പള്ളിയുടെ ഉള്ളിലായിരുന്നു. പഴയ പള്ളി ഈ കിണറിന്റെ മുകളിലായിരുന്നു സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് അറിയില്ലായിരുന്നു. ഇതിപ്പോ പുതിയ പള്ളി പണിയാൻ വേണ്ടിയിട്ട് പൊളിച്ചപ്പോഴാണ് ഈ കിണർ കണ്ടെത്തുന്നത് അല്ലേ? ഈ കിണറിന്റെ ചുറ്റും എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തൊക്കെ വെച്ചാണ്. കാണാം വ്യക്തമാവുമെന്ന് അറിഞ്ഞൂടാ, കാരണം കറണ്ട് ഇല്ല. നമ്മുടെ ഫ്രണ്ട്സ് മൊബൈൽ ടോർച്ചൊക്കെ ഓൺ ആക്കിയിട്ടാണ് ഇത്രയെങ്കിലും ഞങ്ങൾ കാണിച്ചു തന്നെ കേട്ടാ. എന്താണ് ചേട്ടാ അപ്പോൾ അടുത്തത് നമ്മൾ എങ്ങോട്ട് പോകണം? ഇനി നമുക്ക് ഇവിടെ നമ്മുടേതായ ചർച്ചിന്റെ മ്യൂസിയം ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ചരിത്ര വസ്തുക്കൾ കിട്ടിയത് കുഴിച്ചിപ്പോഴും അല്ലാത്തതായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മ്യൂസിയം കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ പള്ളിയുടെ പുറകിൽ ഇതുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പള്ളിയുടെ പുറകിലായിട്ടാണ് ഇവിടെ മ്യൂസിയം ഉള്ളത്. അങ്ങോട്ട് നമ്മൾ കയറാൻ പോണേ കേട്ടോ. അപ്പോൾ മ്യൂസിയത്തിലേക്ക് കയറാൻ പോണേണ്. ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് അല്ലേ? ഓക്കെ. ഇതാ വരുന്നു. ഇവിടെ ഫുൾ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടല്ലേ? എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സമ്പാളൂർ എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിന്റെയും പള്ളിയുടെയും ചരിത്ര താളുകളാണ് ഇതിലെഴുതിയിരിക്കുന്നത് ഫുള്ള്. ഓക്കെ. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം, പക്ഷേ എത്രത്തോളം അത് വ്യക്തമാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു തരാം. സമ്പാളൂരിന്റെയും ആംഗ്ലോ ഇന്ത്യൻ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സമ്പാളൂർ ഇടവകയിൽ ഏറ്റവും കൂടുതൽ ആംഗ്ലോ ഇന്ത്യൻസ് ആണ് ഉള്ളത്. ഓക്കെ. ഓൾമോസ്റ്റ് ഒരു 700-760 ഫാമിലീസ് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഹിസ്റ്റോറിക്കൽ മ്യൂസിയമാണ് ഇത്. ഓക്കെ. കൾച്ചറിൻ്റെയും ഹിസ്റ്റോറിക്കൽ മ്യൂസിയം. കാരണം ഇടവകയിൽ കൂടുതലും ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. ആംഗ്ലോ ഇന്ത്യൻസ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെയാണ്. മുന്നേ ഫോർട്ട് കൊച്ചിയായിരുന്നു, ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറി അവരെ നിങ്ങൾ തോപ്പിച്ചു. തമാശ. ഇത് പണ്ടത്തെ കല്ലുകളാണ്. മറ്റേ ടിപ്പു സുൽത്താൻ തകർത്തെന്ന് പറഞ്ഞില്ലേ? ഓക്കെ. ആ പള്ളിയുടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടല്ലോ. ഇതാണ് പണ്ടത്തെ പള്ളിയും ആ കിണറും. ഓ, ഇതാണ് ആ ഒരു ഇതിങ്ങനെ ഒരു. അപ്പം ഞാൻ ചോദിക്കണത്, ഇങ്ങനെ ഒരു പടം ഏതോ ബുക്കിലുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ പിക്ചർ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റൈലിൽ? ഈ സ്റ്റൈലിലായിരുന്നു ആ പിക്ചർ ഇരുന്നത് അല്ലേ? അപ്പോൾ ആ പള്ളിയുടെ മുമ്പിലാണ് കിണറെന്നുള്ളത് അറിയാമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവരുടെ പഴയ പള്ളി, ഇവിടുത്തെ ടിപ്പു സുൽത്താൻ തകർത്ത അല്ലേ പഴയ പള്ളി? അതിന് മുന്നത്തെ പള്ളിയാണ്, അത് കഴിഞ്ഞിട്ടുള്ള പള്ളിയാണ് ടിപ്പു സുൽത്താൻ തകർത്തത്. ഇത് അതിന് മുന്നത്തെ ഏറ്റവും ആദ്യത്തെ ഇതിന് ശേഷം എടുത്ത പള്ളിയാണ് ടിപ്പു സുൽത്താൻ തകർത്തത്. അതിൻ്റെ അവശിഷ്ടമാണ് നമുക്ക് അപ്പുറത്ത് ഈ കാണുന്നതും പിന്നെ അപ്പുറത്തുള്ളത് അല്ലേ? അത് നമ്മൾ പോയിട്ടില്ല, നമ്മൾ അങ്ങോട്ട് പോകാൻ നിൽക്കണുള്ളൂ. അത് നമുക്ക് കാണാം. ഏകദേശം ഒരു ഇതിൻ്റെ ഒക്കെ പഴക്കം 1761 കാലഘട്ടങ്ങളിലെ കല്ലുകളാണ് ഇത്. ആ സമയത്തുള്ള കാലഘട്ടം 1761 കാലഘട്ടത്തുള്ള കല്ലുകളാണ്, പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് അല്ലേ? ഓക്കെ. ഇതൊന്ന് മുഴുവൻ കാണിച്ചോട്ടെ. ഇത് ഇതിൻ്റെ അവശിഷ്ടമാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ? ഓക്കെ. ഇതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പണിത പള്ളി. ഓക്കെ. ഇത്
ഈ പള്ളിയുടെ ആൾക്കാരുണ്ട്, പണ്ടത്തെ പള്ളിയുടെ ആൾക്കാരുണ്ട്. ഈ പള്ളി ഏത്? ഒരു മിനിറ്റ് നെഞ്ചിടാ. ഇപ്പൊ രണ്ടാമത്തെ പള്ളി ഇത് ഇതിന്റെ ആൾക്കാരാണിതല്ലേ? 1862 പണിത. 1862. അപ്പം നിങ്ങൾക്കറിയാൻ വേണ്ടി ഒന്നും കൂടി വ്യക്തമാക്കണേണ്, ഇത് ഏറ്റവും ആദ്യമുള്ള പള്ളിയാണ് എടുത്ത. ഈ കിണറാണ് നമ്മൾ താഴെ ഇറങ്ങി കണ്ടത്, തൊട്ട് മുന്നേ കണ്ടത്. അതിന് ശേഷം പണിത പള്ളിയാണിത്. ഇതല്ലേ ടിപ്പു സുൽത്താൻ തകർത്ത പള്ളി? ഇതായിരുന്നു 1781. ഓക്കെ. അപ്പം അതിന് ശേഷം പുതുക്കി പണിതാണ് ഇത് അല്ലേ? അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ട്. അതെ, ഈ പള്ളി പൊളിച്ചപ്പോഴാണ് ആ കിണർ കണ്ടത്. അതായത് 5 കൊല്ലം മുന്നേ. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇതിലേതൊരു പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് ആ പള്ളി അല്ലേ? ഏതാണ്? 1662 ഡച്ചുകാര് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈശ്വരസഭക്കാര് സ്ഥാപിച്ച പ്രസ്സും സെമിനാരിയും സംഭവം ഒരു പള്ളി ആണ് ആ പിക്ചറിൽ കാണുന്നത്. പള്ളി, പ്രസ്, സെമിനാരി. മറ്റൊരു കാര്യം ഞാൻ അപ്പുറത്ത് ചെന്നപ്പോഴാണ് കണ്ടത്, ഈ ഒരു പള്ളിയുടെ മേളിലിരിക്കുന്ന റൗണ്ട് കണ്ട ഈ ഒരു വലിയ ആ ഒരു ഇത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതല്ലേ, ഇത് അപ്പുറത്ത് സൂക്ഷിച്ച് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം മറ്റു സെക്കൻഡ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് നേരത്തെ കാണിച്ചില്ലേ, ആ എൻട്രൻസിൽ തന്നെ ഇരിക്കണത് വേണ്ട ഒന്നോ നല്ല അടിപൊളിയാക്കി വെച്ചാണ്. അപ്പുറത്ത് സ്റ്റെപ്പൊക്കെ ആയിട്ട്. ഇനി മേളിലുണ്ടോ? അപ്പോൾ നമുക്ക് മേളിലേക്ക് പോകാം. ആംഗ്ലോ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ് കൾച്ചറിൽ. അപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ്റെ പഴയകാല കൾച്ചർ, ഡ്രസ്സ്, അവരുടെ മറ്റേ ഭക്ഷണത്തിൻ്റെ ഫോട്ടോസ്, അങ്ങനെയുള്ള കുറേ വെറൈറ്റി ഐറ്റംസ് ഇതിനകത്തുണ്ട്. കാണാം അല്ലേ? ഇത് 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ലോഹ കുരിശാണ്. 15-ാം നൂറ്റാണ്ട്. ഇദ്ദേഹത്തിൻ്റെ ബോഡിയാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് ഡാനി ചേട്ടൻ പറഞ്ഞു തരും. ഇദ്ദേഹം ജോസഫ് കോൺസ്റ്റന്റൈൻ ബെസ്കി എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷേ നമ്മളൊക്കെ അറിയുന്നത് വീരമുനി എന്നാണ് അറിയുന്നത്. അദ്ദേഹം ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡി അടക്കം ചെയ്തേക്കണത്. നമ്മുടെ സമ്പാളൂര് ഇതേ ഇടവകയിലാണ്. ഭൗതികാവശിഷ്ടം ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തത്. അപ്പം ഇനി നമുക്ക് അകത്തേക്ക് കയറാം അല്ലേ? ഇത് നമ്മുടെ പണ്ടത്തെ ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറൽ ഡ്രസ്സിലുള്ള ഒരു ഇത് വെച്ചാണ് അല്ലേ? ഇത് വിശുദ്ധ ജോൺ ബിട്ടോ. അദ്ദേഹം ഇവിടെ നമ്മുടെ നാട്ടിൽ അറിയുന്നത് സ്വാമി അരുളാനന്ദം എന്നുള്ള രീതിയിലാണ് ഇവിടെ നാമകരണം ചെയ്യപ്പെട്ടത്. ഇദ്ദേഹം തമിഴ്നാട്ടിലെ ഒരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രക്തസാക്ഷിത്വം വരിച്ചത്. അദ്ദേഹത്തെ തലവെട്ടി കൊല്ലുകയായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ പ്രത്യേകത ഉണ്ട്. ഇപ്പോഴും അവിടെ ഒരു ചുവന്ന മണ്ണുണ്ടെന്ന് പറയും. ഒരിയൂർ, അതായത് രക്തം വീണ് മണ്ണ് ചുവന്നതാണെന്ന് പറഞ്ഞത്. ഈ തമിഴ്നാട് ഒരിയൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ഇതും കൂടി ഒന്ന് കാണിച്ചോട്ടെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആ ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ കലവറയുടെ ഡോറാണ് ഈ കാണുന്നത്. അത് തുറക്കാൻ പണിയാണ് നമ്മൾ. വിളിച്ചക്കുറവുണ്ട്, കുഴപ്പമില്ല. നമ്മൾ മൊബൈൽ ടോർച്ചൊക്കെ വെച്ച് നമ്മുടെ കൂടെ കൂട്ടുകാരുണ്ടല്ലോ, വിളിച്ചില്ലെങ്കിൽ എന്താണ്, കൂട്ടുകാർ മതി, നമുക്ക് ശരിയാക്കാം. പരമാവധി നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ഫ്രാൻസിസ് സേവ്യർ പുണ്യാളന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കൈപ്പടയാണ്. സ്വന്തം കൈപ്പടയിൽ എഴുതിയേക്കണല്ലേ? ഓക്കെ.
ഇതൊക്കെ പുരാതന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ കൾച്ചർ ഹിസ്റ്റോറിക്കൽ ഒരു വിഭാഗം ഇതുണ്ട്. ആ പണ്ടത്തെ കാലത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വെച്ചാൽ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പെട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് തൂക്കം നോക്കാൻ പണ്ടത്തെ കാലത്തെ ആൾക്കാർ ഉപയോഗിച്ച് വരുന്ന അതിൻ്റെ പേര് മണ്ണ്. ഇത് വിശുദ്ധ കുർബാന, പണ്ടത്തെ പുരാതന ഘടികാരവും കുർബാന വാഹക പെട്ടിയും. ഓക്കെ. ആ, പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മര ഉരല്, മരത്തിൻ്റെ ഉരലുണ്ട്. മരത്തിൻ്റെ ഉരലല്ലേ? വത്തുകട്ട എന്നറിയില്ല. ഇത് കർഷകർ ഉപയോഗിച്ചിരുന്ന കൽമുറ പോലത്തെ വെള്ളം തേവാനായിട്ട്. നേർച്ചത്തൊട്ടിൽ ഓക്കെ. പണ്ട് കുർബാനയ്ക്ക് പണം പിരിക്കാൻ ഉപയോഗിച്ചിരുന്നു. പണ്ട് കുർബാനക്ക് പണം പിരിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. സ്ഫടികോട് ഏതാണ്? ജർമ്മനിയിൽ നിർമ്മിച്ച സ്ഫടികോട്. ഓ, ക്രിസ്റ്റൽ ടൈൽസ്. അല്ലേ? ഇതിന്റെ ബാക്കി അവശിഷ്ടങ്ങളും അത്രേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ട്. ഇത് പണ്ടത്തെ എണ്ണ കാട്ടുന്ന ചാക്ക്. വീഞ്ഞ് ഭരണികൾ ഉപയോഗിച്ചിരുന്നത് ഞങ്ങളുടെ പൂർവികർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വീഞ്ഞുണ്ടാക്കാനായിട്ട്. ഇവിടെ നമ്മുടെ കുർബാനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കുർബാനക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ല? കാസയും ഇത് തിരുവോസ്തി ഉണ്ടാക്കുന്ന അച്ചാണ് പണ്ടത്തെ. അതല്ലേ ഈ കാണുന്നത്? അത്രയും വലിയ അവസ്ഥ ഉണ്ടാക്കില്ലേ? വലിയ അവസ്ഥ ഉണ്ടാക്കുന്നത്. ഇത് പണ്ടത്തെ അച്ഛന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലുകളല്ലേ? ഇത് കാണുന്നത് മുഴുവൻ എല്ലുകളാണ്. പണ്ടത്തെ പള്ളി ഇതില്ലേ ആദ്യം കിട്ടിയാണല്ലേ? ഏതാണ്? ആ, ഇതെന്താണ് താഴെ? ഇത് പള്ളിയുടെ അവശിഷ്ടങ്ങളാണ്. ഓരോ അവശിഷ്ടങ്ങളൊക്കെ ആണല്ലേ? അപ്പൊ എല്ലായിടത്തും കറക്റ്റായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കാം. ടിപ്പുവിന്റെ ആക്രമണത്തിൽ ഉണ്ടായതാണ് 1781 ഉണ്ടായതാണ്. ഇതാണ് ടിപ്പുവിന്റെ ആക്രമണം. ഇത് ടിപ്പുവിന്റെ ആക്രമണത്തിന്റെ ഒരു ഭാഗം നമ്മൾ വരച്ചേക്കണം. പള്ളി ബീരങ്കിക്ക് പള്ളി തകർക്കണതും. ഓക്കെ, ഇവിടെ അല്ലേ ചിത്രീകരിച്ചേക്കണാണ് അല്ലേ? ഇതാണ് ഇതുണ്ട്. ആ ബീരങ്കി ഉണ്ടകളാണ് ഈ കാണുന്നത്. ഓക്കെ, ബീരങ്കി ഉണ്ടതാണല്ലേ? ബീരങ്കി ഉണ്ടകളാണ് ഉണ്ടാകുന്നത്. അന്ന് ടിപ്പുവിന്റെ കാലത്ത് ഉപയോഗിച്ച ബീരങ്കി പള്ളി തകർക്കാൻ യൂസ് ചെയ്ത ബീരങ്കി ഉണ്ട്. ഇതും ആ പറഞ്ഞ ഇവിടെ മറ്റേ കുർബാനക്കൊക്കെ യൂസ് ചെയ്തിരുന്ന കാലുകളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് പണ്ടത്തെ ബൈബിള് ആ ടൈമിൽ യൂസ് ചെയ്തിരുന്ന ബൈബിളുകൾ അല്ലേ? 1891 1891. ഇത് ഫാദർ ജോൺസൺ ബെസ്കി അദ്ദേഹത്തിന്റെ നേരത്തെ നമ്മ ബോഡി പോയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ബോഡിയുടെ അടക്കം ചെയ്ത ആ പുള്ളിയുടെ കയ്യെഴുത്ത് പ്രതിയാണ്. എഴുതിയതാണ് ഈ കാണുന്നത്. അത്രയും പുരാതനമായ വർഷങ്ങളോളം പഴക്കമുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഇതെല്ലാം 1982 കാലഘട്ടത്തിലുള്ളതാണ് ആ ബുക്ക് ഉള്ളത്. അതിന് മുകളിലുള്ളത് പഴക്കമുള്ളത്, അതിലും പഴക്കമുള്ളതാണ് ആ കാണുന്നത്.
അപ്പൊ ആ ഒരു ഓർഡറിലാണ് വെച്ചേക്കുന്നത്. ഇതിലും പഴക്കമുള്ള അന്നത്തെ ബൈബിള് പണ്ടത്തെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കാണിക്കായിരുന്നു. ഇവിടെ നമ്മ വന്ന ടൈമിൽ ഇലക്ട്രിസിറ്റി ഇല്ലാണ്ടായി പോയി. നമ്മുടെ എല്ലാവരും മൊബൈലിൽ ടോർച്ചൊക്കെ ഓണാക്കി ഫ്രണ്ട്സ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ട് തന്നെ കാണിച്ചിരിക്കണം. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പണ്ട് കാലത്തെ താളിയോല ഗ്രന്ഥമാണ് ഇത് കാണുന്നത്. ഇതല്ലേ? ഓക്കെ. അത് വർഷങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് ടിപ്പുവിൻ്റെ ഒക്കെ ആക്രമണത്തിന് ആ മുന്നിലുള്ള താളിയോല ഗ്രന്ഥങ്ങളാണ്. അത്രയും കണ്ട ലെറ്റേഴ്സൊക്കെ കാണാം ഇപ്പോഴും. അത്രയും പഴക്കമുള്ള ലെറ്റേഴ്സ് ഉണ്ടല്ലേ? അതിനകത്ത് ലെറ്റേഴ്സ് ഉണ്ട്. ലെറ്റേഴ്സ് ഉണ്ട്, സൂക്ഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ളുടെ സിഗ്നേച്ചറാണ് അതല്ലേ? വിശുദ്ധ ഫ്രാൻസിസുകാരുടെ സിഗ്നേച്ചർ. ഞങ്ങളുടെ ഒരു കോമൺ വെഡിങ്ങിന്റെ അതായത് ഒരു മണവാള് മണവാട്ടി, അതേപോലെ തന്നെ ബ്രൈഡ്സ്മാനും ബ്രൈഡ്സ്മെയ്ഡും. അതായത് ചെക്കന്റെ പോലെ തന്നെ വേറൊരു ചെക്കനും വരും, വേറൊരു പെണ്ണും വരും. അതേ ഇതിൽ നിങ്ങളുടെ ഫ്ലവർ ബോയ്സ് ഫ്ലവർ ഗേൾസും വരും. കൾച്ചറിലുള്ള ആംഗ്ലന്ത്യൻ കൾച്ചറിലുള്ള മാരേജ്. പുറത്ത് വെച്ചിരുന്ന ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴും സെയിം തന്നെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇതെന്ന് പറഞ്ഞിട്ട് വയസ്സായവരിടുന്ന രസം. കുറെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് എനിക്ക് ഞാൻ കാണിച്ചു. കാക്കമാരും നാനമാരും അവിടെ കിട്ടിച്ചായിരിക്കും. അവിടെ പണ്ട് സോഡ ഉണ്ടാക്കാൻ. അതെ, ഇത് പണ്ട് സോഡ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരുന്ന മെഷീനാണ്. നോക്കിയേ. പിന്നെ ഇതൊക്കെ അവരുടെ പൂർവികർ യൂസ് ചെയ്തിരുന്ന വീഞ്ഞ് ഗ്ലാസ്, ടീ കപ്പ്, അവർ യൂസ് ചെയ്തിരുന്ന ഫുഡിൻ്റെ ഐറ്റംസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. ഇതാ കണ്ടു നോക്കി. കുറേ അധികം നല്ല സ്റ്റൈല് പാത്രങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഇത് അവരുടെ ഡിഷസും കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇത് കാണിച്ചു തരാം. ഇവിടെ അതിന് മുന്നേ ഇവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട്. 82 കാലഘട്ടത്തിലൊരു കല്യാണ ഫോട്ടോയാണെന്ന്. ഞാൻ കുറച്ച് വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല. പുറത്ത് മഴ ചെയ്ത് പറഞ്ഞേ സൗണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. പറ്റാവുന്നത് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ഒറിജിനലല്ല. ഇത് എന്താ മരം കൊണ്ട് ഉണ്ടാക്കിയെങ്കിലും ഡമ്മിയാണ്. അതെല്ലാം ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ഇദ്ദേഹത്തിന് ഇനി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പള്ളിക്ക് മറ്റേ കിണർ കാണാൻ പോണതിന് മുന്നേ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡാൻ ചേട്ടൻ പറഞ്ഞു തന്നിരുന്നു. അദ്ദേഹം തന്നെയാണിത്. അദ്ദേഹത്തിൻ്റെ രൂപ ഇവിടെയും ഉണ്ട്, മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ നമുക്ക് മുകളിലൊരു ഫ്ലോറും കൂടി കാണാനുണ്ട്, അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ തൊട്ട് മേളിലെ ഫ്ലോറിലേക്കും കൂടി കയറാനാണ്. അതിൻ്റെ മുന്നിലോട്ട് എത്തിയിരിക്കുന്നു. ആർട്ട് ഗാലറി ആൻഡ് ഓഡിയോ വിഷ്വൽ റൂം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാം. ഇതാണ് കയറുമ്പോഴുള്ള വിഷ്വൽ കണ്ടോട്ടെ. നമ്മുടെ ഫ്രാൻസിസുകാരുടെ ചരിത്രമാണ്. ഇത് ഇടവകയുടെ പുണ്യാളനായ ഫ്രാൻസിസുകാർ പുണ്യാളന്റെ ജനനം മുതലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചിത്രരചനയിൽ നമ്മൾ കാണിച്ചത്. 1506 അദ്ദേഹം ജനിച്ചു സ്പെയിനിൽ. ജനിച്ചപ്പോഴത് നമ്മുടെ വിഷനിൽ ഒരു പിക്ചർ വെച്ചിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളാണ്, ഓരോ കാലഘട്ടങ്ങളാണ് നമ്മൾ ചിത്രരചനകൾ വെച്ചത്. ഇത് എഴുതിക്കോട്ടെ. ഇത് 1542 ആദ്യമായിട്ട് അദ്ദേഹം സമ്പാദിച്ചു വരുന്നത്.
കൊടുങ്ങല്ലൂർ ബസ്സാണ്. അപ്പോൾ കാലാവസ്ഥ മോശമായിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം കമ്പളൂർ തന്നെ 1544. അദ്ദേഹത്തിൻ്റെ ബോഡിയാണ് പോകാറുള്ളത്. ഗോവയിൽ ഇത്ര നാളായിട്ട് ഒരു 500 വർഷമായിട്ടും അലിയാതെ ഇരിക്കുന്നുണ്ട്. ഇത് പള്ളിയിൽ ആള് ഭജനം പഠിപ്പിക്കണം. കമ്പളൂർ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെയാണ് കമ്പളൂർ തന്നെയാണ്. കൃഷ്ണയെ സുഖപ്പെടുത്തുന്നു. ടീച്ചർ കാണിച്ചില്ല. മരണം നല്ല മരണമല്ലേ? 1552 മരിച്ചതാണ് ഫ്രാൻസിസ് ജർമ്മനി. അദ്ദേഹത്തിന്റെ ബോഡി ഗോവയിലുണ്ട് ഇപ്പോഴും. ഈ 500 വർഷം ശേഷം ഇപ്പോഴും ഗോവയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചില്ല് പെട്ടിയിൽ വെച്ചിട്ട് ഒരു 10 വർഷം കൂടുമ്പോൾ, ഇപ്പോൾ ഒരു 1.5 നിലയുടെ ഹൈറ്റിലാണ്, കുറച്ച് പൊക്കത്തിലാണ് ബോഡി വെച്ചിരിക്കുന്നത്. 10 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് അത് താഴെ ഇറക്കും. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. ഇതുവരെ അത് അഴിഞ്ഞു പോയിട്ടില്ല, അങ്ങനെ തന്നെയുണ്ട്. ചെറിയത് ചുരുങ്ങിയിട്ടുള്ളൂ, വേറെ വ്യത്യാസമൊന്നും വന്നില്ല. ഇപ്പോൾ 500 വർഷമായിട്ടും ദ്രവിച്ചിട്ടില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ്നാട്ടിൽ ഒരു വെച്ച് രക്തസാക്ഷിത്വം മരിച്ചെന്ന് പറഞ്ഞു. അത് ജോൺ ബ്രിട്ടാസ് അരുളാനന്ദ സ്വാമി. അദ്ദേഹത്തിൻ്റെ ബോഡിയാണ് ഇവിടെ അടക്കിക്കുന്നത്. ഇവിടെ അടിക്കുന്നത് സംഭവം. ജോസഫ് കോൺസ്റ്റന്റീൻ. പാതിരിയുടെ വൈദിക പട്ടം സ്വീകരിക്കുന്നത് സംഭവം വെച്ചാണ്. അതിൻ്റെ അദ്ദേഹമാണ് പാതിരിയാണ്. ഒരു പുത്തമാന എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അദ്ദേഹം രചിച്ചതാണ്. അദ്ദേഹമാണ് നിസാരത്തിലൊക്കെ വ്യത്യാസം. ഇത് നമ്മളുടെ ചരിത്ര കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്ന മാധ്യമങ്ങൾ വഴി വന്ന അതിൻ്റെ ഫോട്ടോ. ഇത് മാധ്യമങ്ങൾ വന്നത് നല്ലയിടത്ത് പ്രതികരിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ മ്യൂസിയം കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഇപ്പം നമ്മളിവിടെ പള്ളിയിൽ വെച്ച് പരിചയപ്പെട്ട 2 ഫ്രണ്ട്സ് ഉണ്ട്. 2 അല്ല 3 പേരുണ്ട്. ഒന്ന് പേര് പറയാൻ ആൽവിൻ, ക്രിസ്ബിൻ, +2. ഓക്കെ. അപ്പോൾ ഫെർഡിനറ്റായിരുന്നു നമുക്കിവിടെ വന്ന് ഫുൾ സപ്പോർട്ട് ചെയ്തെന്ന്. കാരണം അച്ഛൻ തിരക്കെന്ന് വരുന്നു, അതുകൊണ്ട് ഫെർഡിനറ്റാണ് മ്യൂസിയമൊക്കെ തുറന്ന് കാണിച്ചത്. ഇത് ഞാൻ വേറെ കാര്യം ചോദിക്കണേ, മ്യൂസിയം എപ്പോഴും ആൾക്കാർക്ക് വന്നാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ കാണാൻ പറ്റും? അതിങ്ങനെ സമയം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. അതായത് കുർബാനയുടെ ടൈമിൽ കുർബാനയുടെ ടൈമിൽ വരില്ല, അല്ലാണ്ട് കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും. മറ്റേ ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോണ പള്ളിയുടെ അവശിഷ്ടങ്ങളും കാണാം. ഈ കിണറും നമ്മൾ കാണാം. കിണറും എപ്പോഴും കാണാം അല്ലേ? ഓക്കെ. ഇതറിയാൻ വേണ്ടിയാണ് ആർക്കെങ്കിലും കാണണമെന്ന് തോന്നിയത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കാണണമെന്ന് തോന്നിയാൽ കാണാം. അപ്പോൾ നമുക്ക് ഇനി പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ അല്ലേ? ഓക്കെ. അപ്പോൾ അത് കണ്ടിട്ടുണ്ട്. ഈ കാണാനാണ് ഈ പള്ളിയുടെ സിമിത്തേരി. മഴയുണ്ട് ഇങ്ങനെപ്പോൾ, അതുകൊണ്ട്
അധികം കാണിക്കുന്നില്ല. ഡാനി ചേട്ടാ അതല്ലേ കുറച്ച് മുന്നേ അതാണ് ബസ്കിനെ അടക്കിക്കണ സ്ഥലം, അടക്കിയേക്കണ സ്ഥലം അല്ലേ? അവിടെയാണ് അടക്കിക്കണത്. അപ്പോൾ നമുക്ക് പഴയ പള്ളിയുടെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പള്ളിയുടെ ആൾത്താരാണ് ഈ കാണുന്നത് അല്ലേ? ഈ ടിപ്പു തകർത്തെന്ന് പറഞ്ഞാൽ ടിപ്പു ആ പള്ളിയുടെ ആൾത്താരാണ്. അല്ലേ? ഓക്കെ. അതായത് ഇത് നേരത്തെ കണ്ടെത്തിയാണ്, പക്ഷെ തൊട്ടപ്പുറത്ത് ഇനി നമ്മൾ കാണാൻ പോണ പള്ളിയുടെ അവശിഷ്ടങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അത് കിണറിന് വേണ്ടി കുഴിച്ചതായിരുന്നു അന്ന്. പക്ഷെ കിണർ കണ്ടില്ല, പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് കണ്ടത്. അവിടെ 2 മൃതശരീരവും മൃതശരീര അവശിഷ്ടങ്ങളും ഉണ്ട് അവിടെ, അത് നമുക്ക് കാണാം. അപ്പോൾ അതിന് ശേഷം പള്ളി പണിതപ്പോഴാണ് ഈ കിണർ കണ്ടെത്തുന്നത്. എനിക്കൊരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനുണ്ട്, ഞാൻ വീണ്ടും പറയണേ. എനിക്കും പല കാര്യങ്ങളും വ്യക്തമായ ധാരണയില്ല, അതുകൊണ്ടാണ് ഡാനിച്ചേട്ടനെ കൂടെ പിടിച്ചേക്കണേ. കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ നോക്കിയിട്ട് അറിയാതെ അറിയില്ലെന്ന് തന്നെ അറിയാം. ഡാനിച്ചേട്ടനോട് ഞാൻ പ്രത്യേകം പറഞ്ഞേ എനിക്കൊന്ന് പറഞ്ഞു തന്നെ, കാരണം ഇതെല്ലാം പഠിച്ച് എനിക്ക് പറയാനും പറ്റില്ല ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങൾ കാണാനായിട്ട് അല്ലേ? ഇതല്ല അതിൻ്റെ കവാടം? ഓക്കെ, നല്ല മനോഹരമായൊരു കവാടം. നോക്കി വെളിച്ചത്തിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ടാവും അല്ലേ? അണ്ടർഗ്രൗണ്ടാണ്. നമ്മൾ ഭൂമിക്കടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം അല്ലേ? ഇതാണ് ഈ പറഞ്ഞ ഇതൊരു കല്ലറ ഒരാളടക്കം ചെയ്യുന്ന രീതിയിലാണ് ഇങ്ങനെ കിട്ടിയത്. ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ? അടക്കം ചെയ്ത രീതിയിൽ അടക്കം ചെയ്ത്. അപ്പോൾ ഈ കല്ല് കല്ല് വെച്ച് കെട്ടിയതാണ്. ഓക്കെ, അത് തൂക്കല്ല നമുക്ക് ഇത് പൊടി പിടിച്ചിറങ്ങുകയാണ്. ജനിച്ചേട്ടൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ കാണുന്നതാണ് അവശിഷ്ടങ്ങൾ അല്ലേ? ഇത് ആരെയാണ് എന്താണെന്നൊന്നും അറിയില്ല, അതറിയില്ല. അപ്പം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ല. ഇത് പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ ഇത് അടക്കം ചെയ്ത രീതിയിലാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ അവരിത് കല്ലൊക്കെ കെട്ടിയത് കണ്ട, മനോഹരമായിട്ട് കല്ലൊക്കെ കെട്ടിയപ്പോൾ അത് സൂക്ഷിച്ചേക്കണേണ്. ഒരെണ്ണം കൂടി ഉണ്ടല്ലേ? ഓക്കെ, ജനിച്ചേട്ടാ വളരെ നല്ല കാര്യം ചെയ്തത് അല്ലേ? ഇവിടെയും ഈ പറഞ്ഞാല് ഒരെണ്ണം കൂടി ഉണ്ടല്ലേ? അതും കൂടി നമുക്ക് കാണാം. നമുക്ക് ആ മ്യൂസിയത്തിൽ കയറിയപ്പോൾ ഇലക്ട്രിസിറ്റി വർക്കിംഗ് അല്ലാത്തത് ഭയങ്കര നഷ്ടമായി പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കായിരുന്നു, പക്ഷെ അത് ഭയങ്കര കുഴപ്പമില്ല. നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയില്ല, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നല്ല മഴ. ഇവിടെയും ഷൂട്ട് ചെയ്യോ? ഞാനുണ്ടെങ്കിൽ ഇറങ്ങാം. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് 2 മൃതശരീരം കിടക്കണ അല്ലേ കണ്ടിട്ട് വന്നത്. അവിടെ നിന്ന് ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സിമിത്തേരിയുടെ അവിടെ നിന്ന് ഒരു അൾത്താര കാണിച്ചു തന്നായിരുന്നു, ഒരു പള്ളിയുടെ ഓർമ്മയുണ്ടാവില്ല. അതിൻ്റെ ആ പള്ളിയുടെ ഫ്രണ്ട് പോർഷൻ നല്ലൊരു പിക്ചറൊക്കെ ഉണ്ടടാ. ഇത് നേരത്തെ ഇപ്പൊ ലാസ്റ്റ് ചെയ്തതാണല്ലേ? ഓക്കെ, പക്ഷെ നല്ല കെട്ടുകളൊക്കെ ഉണ്ടോ? പള്ളിയുടെ പോർഷൻ അല്ലേ? ഇത് കെട്ടിയെടുത്താണ്. ഇത് കെട്ടിയെടുത്താണ്. നേരത്തെ ഫ്രണ്ട് ചെയ്തുണ്ടായി. ഓക്കെ, ഇതാണ് ആ പള്ളിയുടെ പോർഷൻ അല്ലേ? പിന്നെ പിന്നെ ഈ കാണണം അല്ലേ? ടിപ്പു സുൽത്താൻ തകർത്ത പള്ളിയുടെ പോർഷൻ അല്ലേ? ഇതിപ്പോ എത്ര കൊല്ലം മുന്നേ ഉള്ള പള്ളിയാണ്? ഇത് 1700 കാലഘട്ടത്തിലുള്ള ടിപ്പു തകർത്തത്. 1700 കാലഘട്ടങ്ങളല്ലേ? ഞാൻ പെട്ടെന്നാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ അതിനെക്കുറിച്ച് മുഴുവൻ എനിക്ക് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മണിക്കൂറുകളായാലും നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട്. ഡാനിച്ചേട്ടനോട് ഞാൻ പെട്ടെന്ന് എടുത്ത് ചോദിച്ചപ്പോൾ ഓർത്തത് അദ്ദേഹത്തിന് നമ്മൾ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ, കാരണം ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് വൻ നഷ്ടമായി പോകും. കാരണം
നമ്മൾ ഇത്രയും വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തത് അദ്ദേഹം ഒരാൾ കാരണം മാത്രമാണ്. അതാരാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ പേരെന്താണ്? ജോഷി മുട്ടിക്കലച്ഛൻ. ജോഷി മുട്ടിക്കലച്ഛൻ വികാരിയായിരുന്നു, പഴയ വികാരിയായിരുന്നു ഇവരുടെ. എനിക്ക് നേരിട്ട് പരിചയമുണ്ടാന്ന് അറിയില്ല, ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും പറവൂരാണ് അല്ലേ? എന്തായാലും ആ അച്ഛന് വളരെയധികം നന്ദി പറയുന്നു. കാരണം ഇങ്ങനെ എല്ലാവർക്കും കാണാൻ സാധിച്ചു. കാരണം അദ്ദേഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. ആ ചരിത്ര താളുകളൊക്കെ വായിച്ചു. അദ്ദേഹം ആ കിണറിന് വേണ്ടി കണ്ടെത്താൻ വേണ്ടി കിടന്ന് കാണിച്ച പരിശ്രമം മുഴുവൻ ആണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടി, ഒരുപാട് സാധനങ്ങളിവിടെ കണ്ടെത്തി. അപ്പോൾ എന്തായാലും അച്ഛന് വളരെയധികം നന്ദി പറയുന്നു. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലായിരുന്നു വെച്ചെങ്കിൽ വൻ നഷ്ടമായി പോയാണ്, പെട്ടെന്ന് ഓർത്തത്. അങ്ങനെയുള്ളവരെ നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ല. ഓക്കെ ഡെനി ചേട്ടാ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ പള്ളിയിൽ ഇത്ര സാധനങ്ങളല്ലേ കാണാനുള്ളൂ. ഇനി പള്ളിയുടെ അകവും കൂടി നമുക്ക് കയറി കാണാനുണ്ട്. അത് നമ്മൾ ലാസ്റ്റത്തേക്ക് വെച്ചതാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം കണ്ടിട്ട് വന്നിട്ട് അകം ഷൂട്ട് ചെയ്യാൻ. കാരണം അകം കൂടി നമ്മൾ കാണിക്കണമല്ലോ, അതാണ് അതിൻ്റെ മര്യാദ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഞങ്ങൾ കാണിച്ചെന്നുള്ളൂ. നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, ഓൾറെഡി പറഞ്ഞു. അവിടെ മനോഹരമായിട്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടായിരുന്നു, അതിനുള്ളൊരു ഓപ്ഷൻ കിട്ടിയില്ല. പക്ഷേ ഇത്രയും നമുക്ക് കിട്ടിയത് തന്നെ വളരെ അനുഗ്രഹമായിട്ടത് ഞാൻ കാണുന്നത്. അപ്പോൾ സമയം കിട്ടുന്നവരൊക്കെ വന്ന് കാണുക. ഒരുപാട് ടൂറിസ്റ്റ് കാരണം ഞാൻ വൈകി പോയിട്ടാണ്. കാരണം എൻ്റെ ഫ്രണ്ട് ജനിച്ചേട്ടൻ നേരത്തെ കണ്ടു കാണില്ല, താടി, അദ്ദേഹത്തിൻ്റെ മെയിൻ സുഹൃത്താണ്. ഞങ്ങളിപ്പോൾ വേറെ കാര്യമായിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു പള്ളി ഇവിടെ ഉള്ളത് അറിയണത്. നേരെ ഞാൻ ചോദിച്ചു ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, അച്ഛനോടൊന്ന് അനുവാദം ചോദിക്കുമ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ വികാരിച്ചൻ ആരാണെന്ന് എനിക്ക് എന്നോട് പേര് ജോയ് എന്ന് പറഞ്ഞ അച്ഛനെ ഇരിക്കണത്. ഞാൻ നേരിട്ട് കണ്ടില്ല, ചേട്ടൻ പോയി ചോദിച്ച അനുവാദം നമുക്ക് തന്നു. അങ്ങനെയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഇനി നമുക്ക് പള്ളിയുടെ ആൾക്കാരെയും കൂടി കാണാനുണ്ട്. അച്ഛനെ കാണാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ നമുക്ക് അച്ഛനെ കൊണ്ട് ഉൾപ്പെടുത്തുന്നതാണ് വീഡിയോ. അത് ഞാൻ മനസ്സിലാക്കി കൂട്ടിയിരിക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് പള്ളിയുടെ ആൾക്കാരെയും കൂടി കണ്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വൽ ഞാൻ നേരത്തെ കാണിച്ചാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി കാണിക്കുന്നതാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇനിയിപ്പോൾ അകത്തേക്ക് ആൾക്കാരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ കയറുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ കൂടിയല്ല, അതിന് വേണ്ടി തുറപ്പിക്കണ ശരിയല്ലല്ലോ, നമുക്ക് സൈഡിൽ കൂടി കയറാം. ഇത് ഈ പള്ളിയുടെ പേരിലെന്തോ ഒരു കാര്യം പറഞ്ഞാൽ പണ്ടത്തെ പേര് സാൻപാളൂർ, അത് സമ്പാളൂർ എന്നാണ് ഇപ്പോൾ പറയണത്. ഇപ്പോഴത്തെ പേര് സമ്പാളൂർ എന്നാണ്. പണ്ടത്തെ പേര് സാൻപാളൂർ എന്നാണ്. സാൻപാളൂർ എന്നാണ്, അത് ചുരുങ്ങിയാണ് സാമ്പാളൂർ സാമ്പാളൂർ എന്നായിരുന്നു. അങ്ങനെയാണ് അപ്പോൾ ആ പേര് വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും പള്ളിയുടെ അകത്തേക്ക് കയറാം. ശരിക്കും പള്ളിയുടെ എൻട്രൻസ് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെയാണ്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, അതിന് വേണ്ടി തുറപ്പിക്കണ ശരിയല്ല. അത് നമ്മൾ സൈഡിൽ കൂടിയാണ് കയറിയത്. ഇത് വളരെ മനോഹരമാണ്. ആൾക്കാരെ കാണിച്ചത്. അതിന് മുന്നേ ഇത് ഡാൻ ചേട്ടാ, ഇത് വഞ്ചിയുടെ മോഡലാണ്. അത് പണ്ട് ഫ്രാൻസിയർ ഉണ്ണിയാളൻ വന്ന ആ പായ് വഞ്ചിയുടെ ഒരു മോഡല്. അപ്പോൾ ഇത് ആൾത്താരയിലും കാണിച്ചു തരാം. വളരെ മനോഹരമാണ് കേട്ടോ. ആൾത്താരൊക്കെ നോക്കി. ആ കുഴപ്പമില്ല, കറണ്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ലൈറ്റൊക്കെ ഇട്ടെന്ന് ഷൂട്ട് ചെയ്യാമായിരുന്നു. എന്ത് രസമാണ്. ഇത് നമുക്ക് തിരുശേഷിപ്പാണ്. നമ്മുടെ ഫ്രാൻസിയർ പുണ്യാളുടെ തിരുശേഷിപ്പാണ്. ചെറിയൊരു ഭാഗം കൊണ്ടുവന്നു അതിൻ്റെ ഇതില്ല, ചെറിയൊരു വ്യക്തമാവോ. ഇതൊരു കപ്പേളയാണ്. രണ്ട് കയ്യിൽ ഭൂമി താങ്ങി നിർത്തിയാണ് രീതിയിലുള്ള കപ്പേള അല്ലേ? ഫ്രാൻസിയർ പുണ്യാളുടെ അല്ലേ? നമ്മളെ ഹെൽപ്പ് ചെയ്ത രണ്ടുപേരെ പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഡാനിച്ചേട്ടനും ഫെർഡിനൻഡും. ഇവർ രണ്ടുപേരും മറക്കാൻ പറ്റില്ല. കാരണം അവർ കാരണമാണ് നമുക്കിത് ഇത്രയും കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയത്. കാരണം എനിക്ക് ഒറ്റയടിക്ക് ഇത് പഠിച്ച് പറയാൻ പറ്റില്ലായിരുന്നു. പിന്നെ നമ്മുടെ സുഹൃത്ത് ജനിച്ചേട്ടനാണ് ഡാനിനെ പരിചയപ്പെടുത്തുന്നത്. അതിനും വളരെയധികം നന്ദി പറയുന്നത്. വേടാ നിൻ്റെ പേര് പറഞ്ഞതാ? ക്രിസ്ബിൻ ഉണ്ട്, ആൽവിൻ ഉണ്ട്.
പിന്നെ നമ്മുടെ 2 സുഹൃത്തുക്കളുണ്ട്, ദീപിനും അരുണും ഉണ്ട്. പിന്നെ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ അച്ഛനൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാനുണ്ട്. അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ വന്നെയാണെങ്കിൽ അച്ഛൻ കൊണ്ട് ഉൾപ്പെടുത്തി ഒരു വീഡിയോ എടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നതാണ് വീഡിയോ. അപ്പോൾ അച്ഛൻ ഇപ്പുറത്ത് കുരിശുപള്ളിയുടെ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ വന്നിരുന്നു. പക്ഷേ അച്ഛനില്ല, അവിടെ പുറത്തവിടെ പോയേക്കണം, ഇവിടെ പണിയടക്കം ഉണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിൽ വെച്ച് വീഡിയോ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞെങ്കിലും ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഡാൻചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ കയറിയപ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടത്. ഒരു മിനിറ്റ് അതും കൂടി കാണിച്ചു തരാം. വേണ്ട കുറേ ട്രോഫികളാണ് ഇട്ടിരിക്കുന്നത്. ഇത് പ്രളയത്തിന്റെ ടൈമിൽ മികച്ച രക്ഷാപ്രവർത്തനമുള്ള അടിപൊളി. അതൊക്കെ ഭയങ്കര വിലയുള്ള ഒരു സാധനമാണ്, ചെറുതൊന്നുമല്ല. പിന്നെ ലോക്കൽ ആൾക്കാർ അറിയുന്നില്ല. അത് കൃഷിക്ക് ഒരു 3 വർഷം അടുപ്പിച്ച് പഞ്ചായത്തിലെ യുവ കർഷകനുള്ള അവാർഡ് കിട്ടിയതാ. 3 വർഷം അടുപ്പിച്ച്. പിന്നെ ഇത് ഞങ്ങളുടെ ഇത് യൂണിയൻ ഓഫ് ആംഗ്ലോ ഇന്ത്യൻ എറണാകുളത്ത് വെച്ച് എനിക്ക് അതായത് ഓൾ കേരളത്തിലുള്ള മുഴുവൻ ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഇതാണ് അസോസിയേഷനാണ്. ഓക്കെ, അവര് എന്നെ ആദരിച്ചതാണ് 2017 കർഷകനും മികച്ച. അടിപൊളി. അപ്പൊ നമ്മ ഈ ഇത്ര നേരം കണ്ട വ്യക്തി ചെറിയ ആളല്ല കേട്ടാ. എന്തായാലും വളരെയധികം സന്തോഷം. രണ്ടും നല്ല അവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, കൃഷിയുണ്ട്. ഇപ്പോഴും കൃഷി. രക്ഷാപ്രവർത്തനം നടത്തരുത്. ഇല്ലില്ല. അല്ല, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, കാരണം നമ്മളത്ര അനുഭവിച്ചതാണ്. 2018 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ എന്റെ സകല കൃഷി. അടിപൊളി. ഈ ഒരു ഇത് പിടിക്കാമോ? ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മ ഒരു സാധനം കൊടുക്കാറുണ്ട്. എന്താണെന്നറിയോ? ഒരു ബിഗ് സല്യൂട്ടില്. നല്ലതാണ്, വളരെയധികം നല്ല സന്തോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. അതിന് മുന്നേടിയായിട്ട് കണ്ടല്ലോ, നമ്മുടെ ഇത്ര നേരം നമ്മളെ ഹെൽപ്പ് ചെയ്ത് നടന്ന വെച്ചാൽ ആൾ ഭയങ്കര വലിയൊരു താരമാണ്. വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ അതെ വളരെയധികം സന്തോഷമായിട്ട് ഇത്ര നേരം നമ്മുടെ ഒപ്പം സഹായിച്ചതിന്. പിന്നെ അതെ ഡാനിച്ചേട്ടനുണ്ട്, ഡാനിച്ചേട്ടൻ്റെ വൈഫുണ്ട്, ഇപ്പോൾ 2 പിള്ളേര്, ഡാഡിയും മമ്മിയും. പിന്നെ ഇതറിയാമല്ലോ, പ്രത്യേകം പരിചയപ്പെടുത്തുന്നില്ല, ഇത്ര നേരം നമ്മൾ പരിചയപ്പെടുത്തിയ ആളാണ് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ അമ്മ വളരെ സന്തോഷമായിട്ട് എല്ലാവരെയും പരിചയപ്പെട്ടതിന്. പിന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി ഷൂട്ട് ചെയ്തു, പറഞ്ഞില്ലേ, അതൊക്കെ എടുത്ത് വന്നാണ്. പിള്ളേരുടെ പേരെന്താണ്? എത്രയിലും പഠിക്കണേ? 4ല്. 1ലാ? പേരുണ്ടോ? എന്താണ്? അമൽഡ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ്. എന്തായാലും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ താങ്ക് യു അല്ലേ. ഓക്കെ, കാണാം.